ഇന്നാണ് സുദിനം. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് നമ്മൾ നാട്ടിൽ പോകുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ ഗൈസ്. അത് നല്ല ബിരിയാണി ആയിരുന്നു. മറ്റേ നമ്മുടെ സോയ ഇട്ട ബിരിയാണിയാണ് കൊണ്ടുവന്നത്. സാൻഡ്വിച്ച് ആവാനായിട്ടിരിക്കുവാണ് അപ്പുറം ആൾക്കാർ. കൊണ്ടുപോയിക്കോ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് മാർച്ച് 29. അപ്പോൾ ഞാനിന്ന് നാട്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു വ്ലോഗ് എടുക്കാം. കാരണം ഞാൻ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത ദിവസം എടുത്ത വ്ലോഗിനകത്തും വീട്ടിൽ പോണ എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാം. അപ്പം ഞങ്ങൾക്ക് ഈ ഏപ്രിലാണ് കുറേ ദിവസം അവധി കിട്ടുന്നത്. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ലീവ് എടുത്തിട്ട് നമ്മൾ നാട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ ലീവുകൾ നമുക്ക് വരുന്നില്ല. സോ അതുകൊണ്ട് ഈ പ്രാവശ്യം പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഏപ്രിലിൽ ചെയ്യാനായിട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു 6 മാസമൊന്നും അടുപ്പിച്ച് ഇവിടെ നിൽക്കാനുള്ള ത്രാണിയില്ല ഗൈസ്. എൻ്റെ മുഖത്തെ സന്തോഷം നിങ്ങൾക്ക് കാണാം. ഹലോ ഗൈസ്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചു രാവിലെ കഴിക്കാനായിട്ട്. കാരണം രാവിലെ ഇപ്പം എന്തെങ്കിലും കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ ഒതുക്കി പതുക്കെ റെഡി ആവാമെന്നായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഇപ്പം ഒരു സാധനം എൻ്റെ കയ്യിലില്ല. കാരണം അരി ഇന്നലെ തീർന്നു, പിന്നെ പച്ചക്കറികൾ തീർന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു കണക്കിലാണ് ഇപ്പം ഇന്ന് എന്തായാലും നമ്മൾ പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അവിടെ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നത്. ഭയങ്കര കാൽക്കുലേഷനായിരുന്നു. അങ്ങനെ അതൊക്കെ തീർന്നത് കൊണ്ട് ബ്രെഡും കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പാലുണ്ട്. ഇതൊക്കെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഓർഡർ ചെയ്ത് കഴിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നിട്ട് ഇറങ്ങാമെന്ന് കരുതി. ഗൈസ്, അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇന്നലെ മേനയുടെ വീട്ടിൽ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അവൾ എനിക്കത് കൊണ്ടുതരാമെന്ന് പറഞ്ഞു. സോ അത് ഞാൻ വാങ്ങിക്കാൻ പോകണം. അവർ ഇന്ന് 2 തിയറി ക്ലാസ് ഉണ്ട്. സോ അവർ പോകുന്നുണ്ട്. സോ അത് ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. അതെ, വ്ളോഗ് ചെയ്യും. ഓക്കെ, ബൈ. എന്തുകൂടെ ഇത് ഇത്രയും കൂടെ ഞാൻ എന്ന്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ബിരിയാണി കൊണ്ടുവന്ന് ഞാനത് കാണിച്ചു തരാം. ബിരിയാണി അവളുമാർ കോളേജിൽ പോകുന്നുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് പോകുന്ന വഴിക്ക് തന്നിട്ട് പോയി. അവർ ഉച്ചയ്ക്ക് വരും കഴിക്കാൻ എൻ്റെ കൂടെ. ഗൈസ്, കോളേജിൽ പോകുന്നതിനിടയ്ക്ക് ബിരിയാണി, ഇത് എനിക്കൊന്ന് പനീർ ബിരിയാണിയാണ്, അത് കൊണ്ട് തന്നിട്ട് പോയി. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ എന്തായാലും ഫുഡ് വാങ്ങിക്കണം എന്ന് വിചാരിച്ചതാണ്. എന്തൊക്കെ വാങ്ങിക്കണം, കഴിച്ചിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കൊണ്ട് തന്നു. സോ ഹാപ്പി. അപ്പോൾ ഗൈസ്, എൻ്റെ കുറേ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു. അതിനകത്ത് ഇനി ഡ്രസ്സൊക്കെ ഞാൻ കുറച്ച് എല്ലാ ഡ്രസ്സ് ഇട്ട് റെഡി ആയതിനു ശേഷം പെട്ടി ഞാൻ നന്നായിട്ട് ഒതുക്കണം. അപ്പോൾ ഞാൻ റെഡിയായി. എനിക്ക് കഴിച്ചതുമൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. മറ്റേ നമ്മുടെ സോയ ഇട്ട ബിരിയാണിയാണ് കൊണ്ടുവന്നത്. അത് കഴിച്ചു. പിന്നെ ഇതാണ് ഇനി ഞാൻ ഇടുന്നത്. കാരണം ചൂടാണല്ലോ. അപ്പോൾ അത് ചൂടായതുകൊണ്ട് തന്നെ
എനിക്ക് ഫ്ലൈറ്റിനകത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഫ്ലൈറ്റിലും എയർപോർട്ടിലും ആയിരിക്കും AC ഉണ്ടാകുന്നത്. അപ്പോൾ ഫുൾ കൈയൊക്കെ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നാട്ടിലിറങ്ങുമ്പോൾ ഞാൻ ചൂടെടുത്ത് ചാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിടാം. പിന്നെ ജാക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട്, തണുക്കുവാണെങ്കിൽ ഇതിട്ട് മൂടാം. അപ്പോൾ ഗൈസ്, ഇത് ഞാൻ ഊബർ വന്നപ്പോൾ ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു കോപ്രായങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊപ്പി വെച്ച് നോക്കിയായിരുന്നു, പിന്നെ ഊരി മാറ്റി. ഞങ്ങളുടെ കോളേജിനോട് ഞാൻ ടാറ്റ പറഞ്ഞിട്ട് നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഞാൻ എയർപോർട്ടിലെത്തി, ചെക്കിനൊക്കെ ചെയ്തു, സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഇവിടെ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് 3ാമത്തെ ഗേറ്റിലാണ്. നല്ല ബോർ. ബോർഡ് ചെയ്തു. സാൻഡ്വിച്ച് ആവാനായിട്ടിരിക്കുകയാണ് അപ്പുറം ആൾക്കാർ. പിന്നെ ഹൈദരാബാദ് എത്തി. എനിക്ക് ഹൈദരാബാദ് ഇഷ്ടമല്ല സത്യം പറഞ്ഞു. അപ്പം അടുത്ത നമ്മളിപ്പം ഡൊമസ്റ്റിക് ട്രാൻസ്ഫറിലോട്ട് പോവാണ്. അപ്പം ഞാൻ ഹൈദരാബാദാണ്. ഇനി എനിക്ക് ഫ്ലൈറ്റ് ഏകദേശം 9:40 അപ്പോൾ ഞാനൊരു കോഫി കുടിക്കാൻ വിചാരിച്ചു. നല്ല ഉറക്കം വരുന്നുണ്ട്, അപ്പോൾ ടയേർഡായി. ആ ഫ്ലൈറ്റ് കൊള്ളത്തില്ലായിരുന്നു. ഞാൻ ഒരുമാതിരി സാൻഡ്വിച്ച് പോലെയായിരുന്നു ഇരിക്കുന്നത്, ഒരുമാതിരി രണ്ടുപേരുടെ ഇടയിൽ, അത് ഫ്രണ്ടിൽ. ഇതും അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം എനിക്കിത് 3C എങ്ങാണ്ട് എൻ്റെ സീറ്റ്. ഭയങ്കര ഹെക്ടിക്. ഉറങ്ങുമ്പോതും ഇവനിൻ ഗവനം ഉറങ്ങിപ്പോകാതെ, കനവിൽ கூட காவல் செய்யும் கடமை மறவாது, உலகமே இவளென இவன் வாழும் அழகை பாரடா. ഗൈസ്, ഞാൻ നാട്ടിലെത്തി, ട്രിവാൻഡ്രം ലാൻഡ് ചെയ്തു. ഞാൻ ബാഗ് എടുക്കണം. ബാഗ് എടുക്കുമ്പോൾ ഒരു സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. നാട്ടിലെത്തിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ബാഗ് എടുക്കാൻ നിൽക്കുകയാണ്. പിന്നെ എന്നെ വിളിക്കാൻ വരുന്നത് ദേവാണ്. എന്നല്ല എൻ്റെ പൊന്നെ, ഗോവൻ വൈബ്. എന്നാ എടുത്തോ, കൊണ്ടുപോയിക്കോ. അതെ അതെ, ഞാൻ തന്നെയാ. ഹലോ ഗൈസ്, അപ്പൊ ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നത് പറക്കി. അപ്പൊ ഞാൻ നാട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. അയ്യോ, എൻ്റെ കൈ ചിത്തോണ്ടിരിക്കാതെ എന്തേലും പറയാ. സന്തോഷം കൊണ്ട് എനിക്ക് അടക്കാൻ വയ്യ. അപ്പം ബാക്കി നാളത്തെ വ്ളോഗ് നമുക്ക് നാളെ എടുക്കാം. ഇപ്പൊ ഞാൻ ടയർഡാണ്, നമുക്ക് വല്ലതും കഴിക്കാൻ പോവാം. അപ്പോ ഹലോ ഗായ്സ്, ഈ നാട്ടിലെ ദുരന്തങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. അതെ, ഒരു വിട്ടില്ല. അപ്പം ഹായ് ഗായ്സ്, ഞാൻ ലാൻഡ് ചെയ്തു.